ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മാഡത്തിന്റെ ഹസ്ബൻഡ് വിഷ്ണു. സോറി മാഡം, വിഷ്ണു സാറ് ഒരു ഓട്ടോറിക്ഷയുടെ ലോണിന് വേണ്ടി ബാങ്കിൽ വന്നിരുന്നു. അതൊന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി വിളിച്ചാ. എന്തോ നാടാ ഇത്? എന്തുവാടാ ഇത്? ഈ അടി ഇടി ഒഴിഞ്ഞിട്ട് നേരമില്ലെന്ന് പറയുന്ന പോലെ നിനക്ക് ഇത് തന്നെയാണോ പണി? വേണം കുറച്ചൊക്കെ, ഒന്നും കൂടുതലാകരുത്. ചൊറിയാൻ വന്നപ്പോ എന്ത് ചെയ്യണം? ചില നേരത്ത് നിയന്ത്രണം വിട്ടുപോകും ഇവളുടെയൊക്കെ വായിരിക്കുന്ന കേൾക്കുമ്പോ. ലോകത്തെ അതാ ഞാൻ പറഞ്ഞത്, ഒന്നും കൂടുതലാവരുതെന്ന്. വെള്ളം അടിക്കാൻ തുടങ്ങിയ പിന്നെ നിന്റെ ശ്രദ്ധ മുഴുവൻ അതില. അതുപോലെ വഴക്കുണ്ടാക്കാൻ നോക്കിയാൽ നീ 24 മണിക്കൂർ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും. എന്തോന്നാ ഇത്? എടാ, നമ്മളെ തന്നെ നിയന്ത്രിച്ചു തുടങ്ങുമ്പോഴേ നമുക്ക് നമ്മുടേതായ ഒരു ജീവിതം തിരിച്ചു പിടിച്ചെന്ന് പറയാനാകും. ഇനിയിപ്പോ നീ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുകയാണ് ലോകത്തെ. നമ്മളെ ബിസിനസ് എന്ന് പറയുന്നത് ഇവരൊറ്റ ഒറ്റിൽ തീരുന്നതും അകത്തു പോകുന്നതുമാ. അതുകൊണ്ട് ആരെ അധികം വെറുപ്പിക്കാതെ മുമ്പോട്ട് പോയാലേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഈ പ്രായം കൂടി കഴിഞ്ഞ പിന്നുള്ളതേ ഈ താങ്ങുവടി കയ്യിലെടുക്കേണ്ട ഒരു സമയമാണ്. എടാ, ആ സമയത്ത് വെറുതെ മുറ്റത്തേക്ക് നോക്കിയിരുന്ന് രണ്ടെണ്ണവും വിട്ട് മഴയും കണ്ടിരിക്കണമെങ്കിലേ ഇപ്പോഴേ ശരിക്കും അധ്വാനിക്കണം. അതെ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മോടൊപ്പം ഉണ്ടാവണം. നീ കേൾക്കുന്നുണ്ടോ? ആരെയും വെറുപ്പിക്കരുതെന്നാ ഞാൻ പറഞ്ഞത്. ഞാനേ ഇത്രയും പറയാൻ കാരണം ശാലിനി ജോലി പ്രവേശിച്ചിട്ടുണ്ട്. ഈ പെണ്ണുങ്ങൾക്കേ പൊതുവെ ഒരു കുഴപ്പമുണ്ട്. അധികാരം തിരിച്ചു കിട്ടുമ്പോ, അല്ലെങ്കിൽ അവളുമാർക്ക് കിട്ടേണ്ട സ്ഥാനമാനങ്ങൾ അവരുടെ കയ്യിലേക്ക് ഭദ്രമായി എത്തിച്ചേരുമെന്ന് ബോധമുണ്ടാകുമ്പോ ആദ്യം ചെയ്യുന്നത് എന്താണെന്നറിയോ? ഈ ശത്രുക്കളെ പുക കാണണമെന്നുള്ള ചിന്തയാ. അത് കഴിഞ്ഞാൽ മറ്റെന്തോ ഒരു ചിന്തിക്കൂ. അതിന് ഇനി അവള് നമുക്കിട്ട് എന്ത് ചെയ്യാനാ? എടാ, നീ കുടിൽ വ്യവസായം പോലെ ഇപ്പോ ചെയ്ത പരിപാടി ഉണ്ടല്ലോ, അതെ, നിന്റെ ഭാര്യ ഒറ്റിയാലും നീ അകത്താ. ഒരൊറ്റ ഫോൺ കോൾ മതി. എടാ, ശാലിനി ഉണ്ടല്ലോ, നിന്നെ അവള് ജീപ്പിൽ പോലും കേട്ടില്ല, എയറിൽ നിർത്തി കൊണ്ടുപോകും. ഇത് ഒരു ചെറിയ ഓർഡറാ, ഈ വട്ടച്ചെലവിനൊക്കെ ഉള്ളത്. അതുപോലെ ഒന്നും ചെയ്യാതിരുന്ന നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മളെ പൂർണ്ണമായിട്ടും വിട്ടുപോകും. എന്തായാലും ഇനി കുറച്ചു നാളത്തേക്ക് ഇതിവിടെ വേണ്ട. ശാലിനിയുടെയും എക്സൈസിന്റെ കണ്ണുകൂടെ ഉണ്ടാവും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എല്ലാം അവിടുന്ന് മാറ്റിക്കോ. നീ ഒരു തെളിവ് പോലും ഒരിടത്തും വെച്ചേക്കരുത്. നിനക്ക് പറയുന്ന വല്ല മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട്. പിന്നെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞ് ഓരോരുത്തന്മാരെ വിളിക്കും. അത് പിന്നെ പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് വന്ന എടുക്ക പോലും വേണ്ട. ഒരു സംശയം വേണ്ട, പോലീസോ എക്സൈസോ ആയിരിക്കും. കാരണം ഇനി നിന്നെ വലയെ കൊടുക്കാനുള്ള ഏത് മാർഗവും അവർ നോക്കും. അതിലേക്ക് ചെന്ന് വീണു കൊടുക്കരുത്. ഞാൻ ഇത്രയൊക്കെ പറയുന്നതേ നിന്നോടുള്ള ഇഷ്ടം കൂടുതലുണ്ടെന്നല്ല. നീ എങ്ങനെ പിടിക്കപ്പെട്ട വാലിക്ക് വാലെ ഞങ്ങൾ ഓരോരുത്തരും അകത്തു പോകുന്ന ഓർത്തിട്ടാ. എന്തായാലും ഇനി ഒട്ടും വൈകണ്ട. എല്ലാ സാധനങ്ങളും ഇവിടെ നിർത്ത് മാറ്റിക്കണം. ആ ജോലി കഴിഞ്ഞിട്ട് മതി ഇനി എന്ത് പണിയും. കേട്ടോടാ? ഹലോ മാഡം, ഞാൻ സുധീഷ് മേനോൻ, സിറ്റി ബാങ്കിലെ മാനേജറാണ്. ഓക്കെ, പറയൂ. മാഡത്തിന്റെ ഹസ്ബൻഡ് വിഷ്ണു. സോറി മാഡം, വിഷ്ണു സാറ് ഒരു ഓട്ടോറിക്ഷയുടെ ലോണിന് വേണ്ടി ബാങ്കിൽ വന്നിരുന്നു.
അതൊന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി വിളിച്ചാ. ഹലോ മാഡം. അത് വിഷ്ണുട്ടൻ പോകുന്ന കാര്യം എന്നോട് സൂചിപ്പിച്ചിരുന്നു. എന്തായി അതിന്റെ കാര്യം? മാഡത്തിന്റെ ഗ്യാരണ്ടിയിലാണെങ്കിൽ ഒരു കാർ എടുക്കാനുള്ള പണം ഞങ്ങൾ നൽകാമെന്ന് പറയുകയായിരുന്നു. അത് പിന്നെ വിഷ്ണുട്ടൻ എന്താണോ ചോദിച്ചത് അതിനുള്ള ലോൺ ശരിയാക്കി കൊടുത്താൽ മതി. ഓക്കെ മാഡം. സംസാരിച്ചതിനും ഞങ്ങളോട് സഹകരിച്ചതിനും നന്ദി. ഇപ്പൊ തന്നെ ലോണിന്റെ കാര്യങ്ങൾ ഫോർവേഡ് ചെയ്തേക്കാം. ഓക്കെ. വിഷ്ണുട്ടൻ ഇപ്പോഴും ചില കാര്യങ്ങളിൽ ഒരു അപകർഷത ബോധമുണ്ട്. ഞാൻ അറിഞ്ഞ അതെങ്ങനെയാ ഞാൻ ചിന്തിച്ചെടുക്കുന്നതെന്നൊരു തോന്നല്. എന്തിനാ വിഷ്ണുട്ട എന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുന്നത്? വിഷ്ണുട്ടന്റെ ഇഷ്ടങ്ങൾ അത് കഴിഞ്ഞല്ലേ ഉള്ളൂ എനിക്ക് എന്റെ ഇഷ്ടങ്ങളും എന്റെ ജോലിയും എല്ലാം. എന്നും ഞാൻ ആദ്യ സ്ഥാനം വിഷ്ണുട്ടനെ തന്നെ നൽകുന്നത്. അതിന് കാരണം എന്താണെന്നറിയോ? എനിക്ക് എല്ലാത്തിനേക്കാളും മേലെയാ എന്റെ വിഷ്ണുട്ടൻ. പക്ഷെ അത് വിഷ്ണുട്ടൻ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. ലോൺ നമുക്ക് ശരിയാക്കാം, എത്രയും പെട്ടെന്ന് തന്നെ. ഓ, നന്ദിയുണ്ട് സാറേ. നീ എന്താ ഇവിടെ നിൽക്കുന്നത്? ഞാൻ കോളേജിൽ പോകാൻ നിൽക്കുന്നു. നീ എന്താ ഇന്ന് നിന്റെ വണ്ടി എടുത്തില്ലേ? ഇല്ല, അതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ. ശരി, എങ്കിൽ നീ ഇത് കയറി, ഞാൻ കൊണ്ടുവന്നാക്കാം. അല്ല, ഇക്കാക്ക പൊയ്ക്കോ, ഞാൻ ബസ്സിൽ പൊക്കോളാം. ഞാൻ നിന്റെ കോളേജിന്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്നത്. ഞാൻ കൊണ്ടാക്കാന്ന് പറഞ്ഞില്ലേ? ഞാൻ ബസ്സിൽ പൊക്കോളാം. നൂറേ, കളിക്കാതെ വണ്ടിയിലോട്ട് കയറി. ഇക്കാക്ക, എന്റെ ഒരു ഫ്രണ്ട് ഇപ്പോ വരും, ഞാൻ അതാ വെയിറ്റ് ചെയ്യുന്നത്. ഹാ, അപ്പൊ അങ്ങനെ വരട്ടെ, അതാണ് കാര്യം. ഏതാടി നിന്റെ ഫ്രണ്ട്? പറഞ്ഞ ഇക്കാക്കയ്ക്ക് അറിയില്ല. ഓ, ഈ ഫ്രണ്ട് കോളേജിലേക്ക് വന്നേക്കും. നീ വന്ന് വണ്ടി കയറി. വണ്ടി കയറല്ലേ പറഞ്ഞേ?